ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 ഇന്ത്യൻ എക്കണോമി 1950 to 1990, അതിൻ്റെ പാർട്ട് 5 ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ്ങിൻ്റെ 5 ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതികളുടെ 4 ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇമ്പാക്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻസ് ഓൺ ഇന്ത്യൻ എക്കണോമി. ഓക്കെ, കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ 3 മേഖലകളിലാണ് 5 ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാക്കിയ ഫലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് എന്നീ 3 മേഖലകളിൽ ഈ 5 ഇയർ പ്ലാൻസ് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റായ കൃഷിയിൽ ഈ 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ ഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും 2 പ്രധാനപ്പെട്ട നയങ്ങളാണ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 2 മേജർ ഇനിഷ്യേറ്റീവ്സ് were introduced in agriculture. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഭൂനയ പരിഷ്കാരങ്ങൾ, ലാൻഡ് റിഫോംസ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. ഓക്കെ, അപ്പോൾ ഭൂനയ പരിഷ്കാരങ്ങളും ഹരിത വിപ്ലവവും, ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളതാണ് പ്രധാനമായും കാർഷിക മേഖലയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കിയ 2 നയങ്ങൾ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ ആദ്യം ഭൂനയ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഭൂനയ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഭൂനയ പരിഷ്കരണത്തിൻ്റെ 2 ലക്ഷ്യങ്ങളും അതിൻ്റെ നയങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കുന്നത്. അപ്പോൾ ഭൂനയ പരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങളിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നതാണ്. ഓക്കെ, ഇനി ഭൂനയ പരിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട എയിമാണ്: 1. ഭൂമിയുടെ വിതരണത്തിൽ സമത്വം നേടിയെടുക്കുക. അച്ചീവിങ് ഇക്വിറ്റി ഇൻ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വിതരണത്തിൽ സമത്വം ഇല്ലായിരുന്നു. ഈ സമത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭൂനയ പരിഷ്കരണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ലക്ഷ്യമാണ് ഭൂമിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച് കാർഷിക ഉൽപ്പാദനം കൂട്ടുക. ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ത്രൂ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്. അതായത് ഭൂമിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച് ഉൽപ്പാദനം കൂട്ടുക, ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഭൂനയ പരിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്: 1. ഭൂമിയുടെ വിതരണത്തിലുള്ള അസമത്വം കുറച്ചിട്ട് സമത്വമുള്ളതാക്കുക. ഭൂമിയുടെ വിതരണം സമത്വത്തിലൂടെ നേടിയെടുക്കുക, ഭൂമിയുടെ വിതരണത്തിൽ സമത്വം കൊണ്ടുവരിക. അച്ചീവിങ് ഇക്വിറ്റി ഇൻ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തതാണ് ഇൻക്രീസിങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഓക്കെ, ഈ 2 ലക്ഷ്യങ്ങളാണ് ഭൂനയ പരിഷ്കരണത്തിന് ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടി ഈ 2 ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി 4 നയങ്ങളാണ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ 4 നയങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ജന്മിമാരെ അഥവാ ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുക. അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ്
ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ, മധ്യത്തിൽ നിൽക്കുന്നവരെ, നടുവിൽ നിൽക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കുക. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ഭൂമി വിതരണം ചെയ്യുക. ആരാണോ മണ്ണുമായിട്ട് മല്ലിടുന്നത്, അതായത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ ആരാണോ ആ കർഷകന് ഭൂമിയുടെ അവകാശം നൽകുക. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ഭൂമി വിതരണം ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി ടില്ലർ. ഓക്കെ. മൂന്നാമത്തെ പോയിൻ്റാണ് ഓരോരുത്തർക്കും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. ഈ പരിധിയിൽ അധികമുള്ള ഭൂമി മിച്ച ഭൂമിയായിട്ട് ഗവൺമെൻറ് പിടിച്ചെടുക്കുക. അതായത് ഈ 50 ഏക്കറും 100 ഏക്കറും 500 1000 ഏക്കർ കൈവശമുള്ള ലാൻഡ് ലോഡ്സ്, ഭൂവുടമകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ കർഷകരെ എന്ന് പറഞ്ഞാൽ അടിയാന്മാരായിട്ട് കണക്കാക്കി ചൂഷണം ചെയ്തിരുന്നു. അതൊഴിവാക്കാൻ ഓരോരുത്തർക്കും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി എത്രയാണെന്ന് നിശ്ചയിക്കാം. എന്നിട്ട് പരിധിയിലധികമുള്ള ഭൂമി അത് മിച്ച ഭൂമി എന്ന പേരിൽ ഗവൺമെൻറ് പിടിച്ചെടുക്കുക. ഓക്കെ. ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് ഹോൾഡിങ്സ് ആൻഡ് ഡിക്ലെയറിംഗ് ലാൻഡ് എബോവ് സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്. മിച്ച ഭൂമിയായി ഗവൺമെൻറ് പിടിച്ചെടുക്കുക. ഓക്കെ. ഇനി നാലാമത്തെ പോയിൻ്റാണ് ഈ പിടിച്ചെടുത്ത മിച്ച ഭൂമി ഇല്ലാത്തവർക്കായി പുനർവിതരണം നടത്തുക. ഓക്കെ. ഈ പിടിച്ചെടുത്ത മിച്ച ഭൂമി ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഭൂമി ഇല്ലാത്തവർക്ക് വേണ്ടി പുനർവിതരണം നടത്തണം. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ദി ലാൻഡ്ലെസ്. ഓക്കെ. അപ്പോൾ ഭൂനയ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പരിഷ്കാരങ്ങളാണ്. ഇതിൽ 2 ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഭൂമിയുടെ വിതരണത്തിൽ സമത്വം ഉണ്ടാക്കുക. 2, ഭൂമിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഇതിനു വേണ്ടി 4 കാര്യങ്ങളാണ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. 1, ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക. 2, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ഭൂമിയുടെ അവകാശം, ഭൂമി വിതരണം ചെയ്യുക. 3, ഓരോരുത്തർക്കും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കാം. എന്നിട്ട് അധികമുള്ള ഭൂമി മിച്ച ഭൂമിയായി ഗവൺമെൻറ് പിടിച്ചെടുക്കുക. 4, ഈ മിച്ച ഭൂമി ഇല്ലാത്തവർക്കായി എന്ത് ചെയ്യുക? പുനർവിതരണം നടത്തുക. ഓക്കെ. ഇതാണ് ഭൂനയ പരിഷ്കരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭൂനയ പരിഷ്കരണത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ അതിൻ്റെ നേട്ടങ്ങളും, ഈ ഭൂനയ പരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ. ഭൂനയ പരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. മെരിറ്റ്സ് ഓഫ് ലാൻഡ് റിഫോംസ്. നേട്ടങ്ങൾ, ഭൂനയ പരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങൾ. അതിലൊന്നാമത്തെ പോയിൻ്റാണ് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഭൂനയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ കൃഷി വർദ്ധിച്ചിട്ടുണ്ട്, കാർഷിക ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. 1. രണ്ടാമത്തെ പോയിൻ്റാണ് ഏകദേശം 2 കോടി ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശം ലഭിച്ചു. ഓക്കെ. 2 crore tenants become the owners of land. 2 കോടി ജനങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് മാറി. അതായത് ഭൂനയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി 2 കോടി ജനങ്ങൾക്ക് ഭൂമിയുടെ അവകാശം ലഭിച്ചു. ഓക്കെ. മൂന്നാമത്തെ പോയിൻ്റാണ് ഇത് വിജയകരമായി നടപ്പിലാക്കിയത് പ്രധാനമായും ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ്. 1 കേരളവും 2 പശ്ചിമ ബംഗാളും. ഓക്കെ. ദിസ് അഗ്രികൾച്ചറൽ these land reforms were successfully implemented in states like Kerala and West Bengal. ഓക്കെ. അപ്പോൾ ഇത് വിജയകരമായി നടപ്പിലാക്കിയത് 2 സംസ്ഥാനങ്ങളാണ്. 1 കേരളവും 2 പശ്ചിമ ബംഗാളുമാണെന്ന് പറയുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. 2, ഏകദേശം 2 കോടി ജനങ്ങൾക്ക് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു. 3, ഇത് വിജയകരമായി നടപ്പിലാക്കിയ 2 സംസ്ഥാനങ്ങളാണ് കേരളവും പശ്ചിമ ബംഗാളും. ഓക്കെ. ഇനി ഇതിൻ്റെ കോട്ടങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. ഭൂനയ പരിഷ്കാരത്തിൻ്റെ കോട്ടങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിമെറിറ്റ്സ് ഓഫ്
ലാൻഡ് റിഫോംസ്. അപ്പോൾ കോട്ടങ്ങളിൽ ഒന്നാമത്തെ കോട്ടമാണ് പല സംസ്ഥാനങ്ങളും ഈ നയം വിജയകരമായി നടപ്പിലാക്കിയിട്ടില്ല. മെനി സ്റ്റേറ്റ്സ് വേർ നോട്ട് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ദി പോളിസി. പല സംസ്ഥാനങ്ങളും വിജയകരമായി ഈ നയം നടപ്പിലാക്കിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നേട്ടങ്ങളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയ 2 സംസ്ഥാനങ്ങളാണ് കേരളവും പശ്ചിമ ബംഗാളും. വെസ്റ്റ് ബംഗാളും എന്ന് പറഞ്ഞാൽ കേരളവും പശ്ചിമ ബംഗാളും ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത് വിജയകരമായി നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കോട്ടമാണ് പല സംസ്ഥാനങ്ങളും ഈ നയം വിജയകരമായി നടപ്പിലാക്കിയിട്ടില്ല എന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് പല ഭൂവുടമകളും ഈ നയം കോടതിയിൽ ചോദ്യം ചെയ്തു. അതിൻ്റെ ഭാഗമായി ഈ നയം നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടു. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് കോടതിയിൽ കേസുകളോ കാര്യങ്ങളോ കൊടുക്കുകയാണെങ്കിൽ കോടതി ആ കേസ് തീർപ്പാക്കാൻ കുറേ സമയം, കുറേ കാലങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. അപ്പോൾ അത്രയും കാലം ആ നയം നടപ്പിലാക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വന്തം ഭൂവുടമകളുടെ ഭൂമി ഗവൺമെൻറ് പിടിച്ചെടുക്കുമ്പോൾ ഈ ഭൂവുടമകൾ ഈ നയം കോടതിയിൽ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭൂവുടമകൾ കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ കോടതിയിൽ തീർപ്പാവുന്നത് വരെ ഈ നയം നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്. പല ഭൂവുടമകളും ഈ നയത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു. ഈ നയം കോടതിയിൽ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അതിൻ്റെ ഫലമായി ഈ നയം നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് സം ബിഗ് ലാൻഡ് ലോഡ്സ് ചാലഞ്ച്ഡ് ദ ലോ ഇൻ കോർട്സ്. ദിസ് ഡിലേഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് പല ഭൂവുടമകളും ഭൂമിയുടെ അവകാശം സ്വന്തം ബന്ധുക്കാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. പല ഭൂവുടമകളും സ്വന്തം ഭൂമി ബന്ധുക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതായത് സം ലാൻഡ് ലോഡ്സ് രജിസ്റ്റേർഡ് ദ ലാൻഡ് ഇൻ ദി നെയിം ഓഫ് റിലേറ്റീവ്സ്. അതായത് ബന്ധുക്കളുടെ പേരിലേക്ക്, കുടുംബക്കാരുടെ പേരിലേക്ക് ഭൂവുടമകൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇതും പലരുടെയും ഭൂമി പിടിച്ചെടുക്കുന്നതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് പല ഭൂവുടമകളും സ്വന്തം ബന്ധുക്കളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായത്. ഓക്കെ, ഇനി നാലാമത്തെ കോട്ടമായിട്ട് പറയുന്നതാണ് പല ശക്തരായ പണക്കാരായ ഭൂവുടമകൾ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുകയും ഈ നയം പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് പല ഭൂവുടമകളും ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുകയും ഇത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുന്നത് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പണക്കാരായ ശക്തരായ ഭൂവുടമകൾ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുകയും ഇത് നടപ്പിൽ വരുത്തുന്നത് പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നാലാമത്തെ കോട്ടമായിട്ട് എടുത്തു പറയുന്നത്. ദ റിച്ച് ആൻഡ് പവർഫുൾ ലാൻഡ് ലോഡ്സ് ഇൻഫ്ലുവൻസ്ഡ് ദി ഗവൺമെൻറ് ആൻഡ് ഡിഫീറ്റഡ് ലാൻഡ് റിഫോംസ് ഇൻ മെനി ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് ഈ ലാൻഡ് റിഫോംസിൻ്റെ കോട്ടങ്ങളായിട്ട് എടുത്തു പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കോട്ടമാണ് പല സംസ്ഥാനങ്ങളിലും ഈ നയം വിജയകരമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. 1. 2. പല ഭൂവുടമകളും ഈ നയം കോടതിയിൽ ചോദ്യം ചെയ്തു. അതിൻ്റെ ഫലമായി ഇത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിട്ടു. 3. പല ഭൂവുടമകളും സ്വന്തം ബന്ധുക്കളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ മിച്ച ഭൂമിയായിട്ട് ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. പല ഭൂവുടമകളും സ്വന്തം ബന്ധുക്കളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു. ഓക്കെ, 4. പല പണക്കാരായ ശക്തരായ ഭൂവുടമകൾ ഇതിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇത് പല സ്ഥലങ്ങളിലും ഈ നയം പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കോട്ടങ്ങളായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മാറ്റം, 2 മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ലാൻഡ് റിഫോംസും ഗ്രീൻ റവല്യൂഷനും, ഭൂനയ പരിഷ്കരണവും ഹരിത വിപ്ലവവും. അതിൽ ഭൂനയ പരിഷ്കരണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഭൂനയ പരിഷ്കരണത്തിന് 2 ലക്ഷ്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. ഈ 2 ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി 4 നയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. കൂടാതെ ഇതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.